ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പെൻഷൻ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങളിൽ സാമൂഹ്യനീതി സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങളിൽ 100 രൂപ വർധനവുണ്ടാകും എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ 1600 ലഭിക്കുന്നവർക്ക് 1700 രൂപയിലേക്കാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത് പ്രകാരം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നത് ഉറപ്പു നൽകിയിരിക്കുകയാണ്. മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ലഭിക്കുന്ന ആനുകൂല്യം 1600 രൂപ വീതം ഒരു തടസ്സവുമില്ലാതെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. സർക്കാർ ഈ തുക വർദ്ധിപ്പിക്കുമെന്നും അറിയിപ്പ് വന്നു കഴിഞ്ഞു. 2500 എത്തുമോ എന്ന കാര്യം സംശയമാണ്. ഇങ്ങനെ 2500 തുക എത്തുമ്പോൾ ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴിതെളിക്കും. അതിനാൽ ഇത് ചെറിയൊരു തുകയായി വർദ്ധിപ്പിച്ച് സാധാരണക്കാർക്ക് ആശ്വാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാറും എന്നത് തന്നെയാണ് സർക്കാരിന്റെ പുതിയ അറിയിപ്പ്. കുടിശ്ശിക പെൻഷൻ 2 മാസത്തെ 3200 രൂപ, ആകെ കുടിശ്ശിക 5 മാസത്തെയാണ് ശേഷിക്കുന്നത്. ഇതിൽ 2 മാസത്തെ കുടിശ്ശിക ഓണത്തിനോടനുബന്ധിച്ച് തന്നെ സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും. മറ്റൊരു പ്രധാന അറിയിപ്പ്, ഈ മാസം 13-ാം തീയതിയോടെ സപ്ലൈകോ വഴിയുള്ള 50-50 സ്കീം അവസാനിക്കുന്നതാണ്. ഏകദേശം 50 പ്രൊഡക്റ്റുകളാണ് 10% ഡിസ്കൗണ്ട് ഇട്ട് വിവിധ ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തിയിരുന്നത്. നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. സപ്ലൈകോ 50-ാം വാർഷികം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, BPL AY റേഷൻ കാർഡ് അംഗമായ 60 വയസ്സിന് മുകളിലുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും സർക്കാർ നൽകുന്നു. വയോമധുരം എന്ന പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ സുനിധി എന്ന വെബ്സൈറ്റിൽ മുഖാന്തരം അപേക്ഷ നൽകേണ്ടത്. അക്ഷയ കേന്ദ്രം, ജനസേവന കേന്ദ്രം, മറ്റു പൊതുസേവനങ്ങൾ വഴിയെല്ലാം തന്നെ ഈ അപേക്ഷ സമർപ്പിക്കുവാനാകും. BPL റേഷൻ കാർഡും പ്രമേഹമുണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഓരോ ജില്ലയിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്റർ വീതം ലഭ്യമാകുന്നതാണ്. പിന്നീട് ഓരോ വർഷങ്ങളിലും സ്ട്രിപ്പിനായും അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും.